ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 8ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെയിലി യൂസ് സെൻറ്റൻസസ്. ഡെയിലി യൂസ് സെൻറ്റൻസസ് എന്നും നമ്മൾ സംസാരിക്കാറുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിനോ, എനിക്ക് പനിയാണ്, എനിക്ക് വയറുവേദനയാണ്, എനിക്ക് ചുമയാണ്, എനിക്ക് ജലദോഷമാണ്, എനിക്ക് തലവേദനയാണ്, എനിക്ക് തലക്ക് സുഖമില്ല. ഇതുപോലെയുള്ള എല്ലാ സെൻറ്റൻസുകളും നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം, ഹൗ ടു സ്പീക്ക് ദീസ് ഡെയിലി യൂസ് സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ് നോക്കാം. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐ ഹാവ് എ ഫീവർ. ഐ ഹാവ് എ ഫീവർ, എനിക്ക് പനിയാണ് അല്ലെങ്കിൽ എനിക്ക് പനിയുണ്ട്. ഈ ഫീവറിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് എ ചേർക്കണം, എ ചേർത്തിരിക്കണം. എന്താ കാരണം എന്നറിയോ? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഫീവർ, പനി, കോൾഡ്, ജലദോഷം, കഫ്, ചുമ, സ്റ്റൊമക്ക് ഏക്ക്, വയറുവേദന, അതുപോലെ തന്നെ പെയിൻ, അതുപോലെ തന്നെ പല്ലുവേദന, ടൂത്ത് ഏക്ക്. ഇതുപോലെയുള്ള സാധാരണ അസുഖങ്ങളുടെ മുന്നിൽ എപ്പോഴും നമുക്ക് ഇത് ചേർക്കണം, എ ചേർക്കണം. ഇത് മറക്കരുത്, എന്നാണ് എ ചേർക്കണം. ഇനി സാധാരണ അസുഖം അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ഇപ്പോൾ ക്യാൻസർ, ഡയബറ്റീസ്, മലേറിയ അല്ലെങ്കിൽ കൊറോണ, ഇതുപോലെയുള്ള സാധാരണ അല്ലാത്ത അസുഖങ്ങൾ അതിൻ്റെ മുന്നേ നമുക്ക് എ ചേർക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. ഓക്കെ, സോ ഐ ഹാവ് എ ഫീവർ എന്ന് പറഞ്ഞാൽ എനിക്ക് പനിയുണ്ട്, എനിക്ക് പനിയുണ്ട്. ഹാഡ് ആണെങ്കിലോ ഐ ഹാഡ് എ ഫീവർ. ഹാഡാണ് ചേർക്കുന്നതെങ്കിൽ അതിനകത്തുണ്ടായി എനിക്ക് പനി ഉണ്ടായിരുന്നു എന്നായി. ഐ ഹാഡ് എ ഫീവർ, ഐ ഹാഡ് എ ഫീവർ. ഓക്കെ, ഐ ഹാവ് ഫീവർ എന്ന് പറയരുത്. ഐ ഹാവ് ഫീവർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ ഹാവ് ഫീവർ, ഇറ്റ്സ് റോങ്. എങ്ങനെ പറയണം? ഐ ഹാവ് എ ഫീവർ. ഇതിൻ്റെ കാരണം സാധാരണ അസുഖങ്ങളുടെ മുന്നിൽ നമുക്ക് എ ചേർക്കണം എന്നാണ്, എ ചേർക്കണം. ഇനിയോ ദ സെക്കൻഡ് വൺ ഈസ് ഷീ ഹാസ് എ കോൾഡ്. ഷീ ഹാസ് എ കോൾഡ്. അവൾക്ക് എന്തുണ്ട്? അവൾക്ക് ജലദോഷമുണ്ട്, ജലദോഷം. ഓക്കെ, അവൾക്ക് ജലദോഷം ഉണ്ടായിരുന്നു ആണെങ്കിലോ ഷീ ഹാഡ് എ കോൾഡ്. ഷീ ഹാഡ് എ കോൾഡ്. ഷീ ഹാസ് കോൾഡ് എന്ന് പറയരുത്, ഷീ ഹാസ് എ കോൾഡ്. ഷീ ഹാഡ് എ കോൾഡ്, അവൾക്ക് ജലദോഷം ഉണ്ടായിരുന്നു. ഇനി മൂന്നാമതാണ് ഹീ ഹാസ് എ കഫ്. ഹീ ഹാസ് എ കഫ് എന്ന് പറഞ്ഞാൽ അവൻക്ക് ചുമയുണ്ട് എന്നാണ്, അവൻക്ക് ചുമയുണ്ട്. ഹീ ഹാഡ് എ കഫ് എന്ന് പറഞ്ഞാൽ അവൻക്ക് ചുമ ഉണ്ടായിരുന്നു. ഓക്കെ, അവൻക്ക് ചുമ ഉണ്ടായിരുന്നു. ഇന്നലെ അവൻ എവിടെയായിരുന്നു? ഇന്നലെ ഹീ ഹാഡ് എ കഫ്. ഇന്നലെ അവൻക്ക് ചുമ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നില്ല. ഓക്കെ, അവൾക്ക് എന്ത് പറ്റി? ഇന്നലെ അവൾക്ക് എന്ത് പറ്റി? ഇന്നലെ ഷീ ഹാഡ് എ കോൾഡ്. ഷീ ഹാഡ് എ കോൾഡ്. അവളെവിടെ? അവൾക്ക് സുഖമില്ല, മനസ്സിലായി. അവൾക്ക് ഇന്ന് എന്താണ്? ജലദോഷമാണ്. ഷീ ഹാസ് എ കോൾഡ്. ഷീ ഹാസ് എ കോൾഡ്. ഇനി ഫോർത്ത് വൺ, ഐ ഹാവ് സ്റ്റൊമക്ക് ഏക്ക്. ഐ ഹാവ് എ സ്റ്റൊമക്ക് ഏക്ക്. ഐ ഹാവ് എ സ്റ്റൊമക്ക് ഏക്ക്. എനിക്ക് എന്തുണ്ട്? വയറുവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് വയറുവേദനയാണ്. ഓക്കെ, എ സ്റ്റൊമക്ക് ഏക്ക്. ഐ ഹാഡ് എ സ്റ്റൊമക്ക് ഏക്ക് എന്ന് വെച്ചാൽ എനിക്ക് വയറുവേദന ആയിരുന്നു അല്ലെങ്കിൽ എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു എന്നർത്ഥം. ഓക്കെ, ഐ ഹാവ് എ സ്റ്റൊമക്ക് ഏക്ക്. എ മിസ്സായി കഴിഞ്ഞാൽ സെൻറ്റൻസ് തെറ്റാണ്. ഐ ഹാവ് എ സ്റ്റൊമക്ക് ഏക്ക്. ഐ ഹാഡ് എ സ്റ്റൊമക്ക് ഏക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം, ഹലോ, ഇന്ന് എനിക്ക് അവിടെ വരാൻ കഴിയില്ല, അതിന് കാരണം ഐ ഹാവ് എ സ്റ്റൊമക്ക് ഏക്ക്. ഐ ഹാവ് എ സ്റ്റൊമക്ക് ഏക്ക്. ഓക്കെ, ഇന്നലെ ഞാൻ അവിടെ വന്നില്ല, അതിന് കാരണം ബിക്കോസ് ഐ ഹാഡ് എ സ്റ്റൊമക്ക് ഏക്ക്. ഐ ഹാഡ് എ സ്റ്റൊമക്ക് ഏക്ക്. ഇനി അടുത്തത് നോക്കാം. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ ഹാൻഡ്. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ ഹാൻഡ്. ഓക്കെ, ഇവിടെ ഇന്നെ ചേർക്കണം, ഇൻ മൈ ഹാൻഡ്. ഓൺ മൈ ഹാൻഡ് പറയരുത്. ഓൺ മൈ ഹാൻഡ് ഈസ് റോങ്. ഇൻ മൈ ഹാൻഡ്. കാരണം പെയിൻ എന്ന് പറയുന്നത് ഇൻസൈഡ്, ഉള്ളിലാണ്, ഉള്ളിൽ അല്ലേ? ഇൻസൈഡ്, ഉള്ളിലല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇന്ന് പറയണം, ഇൻ. I have a pain in my hand. I have a pain in my hand. I had a pain in my hand. ഇന്നലെ ഞാൻ ജോലിക്ക് പോയില്ല, കാരണം I had pain in my hand. Had വരണം, had. പാസ്റ്റ് ആണെങ്കിൽ had. I had a pain in my hand. ഇനി അടുത്തത് I have a toothache. I have a toothache. നിർബന്ധമാണ്, മറക്കരുത്. ഐ ഹാവ് എ ടൂത്തേക്ക്. ഐ ഹാവ് എ ടൂത്തേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പല്ലുവേദനയുണ്ട് എന്നർത്ഥം. എനിക്ക് പല്ലുവേദനയുണ്ട്. ഐ ഹാഡ് എ ടൂത്തേക്ക്. ഐ ഹാഡ് എ ടൂത്തേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു എന്നർത്ഥം. പാസ്റ്റ് ഫോം ഹാഡ്.
ഹാഡ് വന്നാൽ പാസ്റ്റ്, ഹാവ് വന്നാൽ പ്രസൻറ്റ്. ഐ ഹാഡ് എ ടൂത്തേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ പെയിൻ അതുപോലെ തന്നെ എയ്ക്ക് എന്താ വ്യത്യാസം? പെയിൻ ഏക്ക് വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും അർത്ഥം വേദന എന്നാണ്. പെയിൻ എന്ന് പറഞ്ഞാലും വേദന, ഏക്ക് എന്ന് പറഞ്ഞാലും വേദന. ഏക്ക് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള വേദനകൾക്കാണ് നമ്മൾ ഏക്ക് എന്ന് പറയാം. ഏക്ക് സാധാരണ അല്ലെങ്കിലോ ഒന്നും കൂടി സ്ട്രോങ് ഉള്ള വേദനയാണെങ്കിൽ പെയിൻ എന്ന് പറയും. സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏക്ക് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഐ ആം ഇച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചൊറിച്ചിലുണ്ട് എന്നർത്ഥം, ചൊറിയുണ്ട് എന്നർത്ഥം. അല്ലാതെ ഞാൻ ചൊറിയനാണ് എന്നല്ല അർത്ഥം. ഓക്കെ, ഞാൻ ചൊറിയനാണ്. ഐ ആം ഇച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചൊറിയാണെന്നർത്ഥം. എനിക്ക് ചൊറിച്ചിട്ട് വയ്യ, എനിക്ക് ചൊറിയുണ്ട് എന്നർത്ഥം. ഐ ആം ഇച്ചിങ്. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്നതാണ്. ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സ് എത്രയാണെന്നാണ് അല്ലേ. ഹൗ ഓൾഡ് ആർ യു, വാട്ട് ഈസ് യുവർ ഏജ്. അല്ലാതെ നിങ്ങൾ എങ്ങനെ വയസ്സനായി എന്നല്ലല്ലോ. നിങ്ങൾ എങ്ങനെ വയസ്സനായി എന്നാണ് അർത്ഥം. അല്ല, എന്താണ് ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജ് എത്രയാണ്, വാട്ട് ഈസ് യുവർ ഏജ്. ഓക്കെ, അതുപോലെ തന്നെ ഇതും ഐ ആം ഇച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചൊറിച്ചിലുണ്ട് എന്നർത്ഥം. അല്ലാതെ ഞാനൊരു ചൊറിയനാണ് എന്നല്ല. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീ ഹാസ് ക്യാൻസർ എ ക്യാൻസർ എന്ന് പറയരുത്. ഹീ ഹാസ് എ ക്യാൻസർ തികച്ചും തെറ്റാണ്. അതിന് കാരണം നമ്മൾ സാധാരണ ഉള്ള അസുഖങ്ങളുടെ മുന്നിലാണ് എ ചേർക്കുക. ഒന്നുകൂടി, സാധാരണ ഉള്ള അസുഖങ്ങളുടെ മുന്നിലാണ് നമ്മൾ എ ചേർക്കുന്നത്. ഓക്കെ, എ ചേർത്ത് പറയണം. ചേർത്ത് തന്നെ പറയണം. സാധാരണ അസുഖങ്ങളുടെ മുന്നിൽ, കോമൺ ഡിസീസിൻ്റെ മുന്നിൽ ചേർത്ത് തന്നെ പറയണം. അതല്ല കോമൺ ഡിസീസ് അല്ല എന്നുണ്ടെങ്കിൽ, സാധാരണ അസുഖങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചേർക്കാൻ പാടില്ല. ഹീ ഹാസ് ക്യാൻസർ, ഷീ ഹാസ് ഡയബറ്റീസ്, ഹീ ഹാസ് മലേറിയ, ഹീ ഹാസ് കൊറോണ. ഓക്കെ ഫ്രണ്ട്സ്, സോ ഐ ഹോപ്പ് എവറിബഡി ഹാസ് അണ്ടർസ്റ്റുഡ് ടുഡേസ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ദ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു എവറിവൺ.